ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 587 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് സമഗ്ര സൗഖ്യം? എന്താണ് സമഗ്ര സൗഖ്യം? ലോക ആരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയുടെ പരിപൂർണ അവസ്ഥയാണ് ആരോഗ്യം. ഇതിൽ ശരീരം, മനസ്സ്, സമൂഹം എന്നിവ പരസ്പരം ബന്ധിതമാണ്. മനുഷ്യനും സമൂഹവും പ്രകൃതിയുമായുള്ള സന്തുലിത അവസ്ഥയാണ് ആരോഗ്യത്തിൻ്റെ മഹാരഹസ്യം. ആഴമായ ദൈവബന്ധം വേരുറയ്ക്കുമ്പോൾ സമഗ്ര ആരോഗ്യവും സൗഖ്യവും ലഭ്യമാകും എന്ന വാദവും ശക്തമാണ്. സാമൂഹ്യ വേർകൃത്യങ്ങൾക്ക് അതീതമായി ഏവർക്കും മെച്ചപ്പെട്ട ആരോഗ്യമാകണം ലക്ഷ്യം. അതിനാൽ ഓരോ മനുഷ്യൻ്റെയും മൗലിക അവകാശമാണ് സമഗ്ര ആരോഗ്യവും സൗഖ്യവും. ഇത് ഫലപ്രദമായി ആവിഷ്കരിക്കുവാൻ രാഷ്ട്രത്തിനും സമൂഹത്തിനും കൂട്ടായ ഉത്തരവാദിത്വം ഉണ്ട്. ഈ രംഗത്ത് സമൂഹവും രാഷ്ട്രീയവും ക്രിയാത്മകവും നീതിപൂർവവുമായി ഇടപെട്ടാൽ ഏവർക്കും സമഗ്ര സൗഖ്യം യാഥാർത്ഥ്യമാകും. കുടുംബത്തിലും സമൂഹത്തിലുമുള്ള വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഭരണ നിർവഹണം ഫലപ്രദമായി നടത്തുന്നതിനുള്ള കരുത്ത് സമഗ്ര ആരോഗ്യത്തിൻ്റെ സാമൂഹിക ദർശനമാണ്. സമഗ്ര സൗഖ്യ ദർശനത്തിൻ്റെ അടിത്തറ യേശുവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷയാണ്. യേശുവിൻ്റെ മുഖ്യ പരിഗണനയിൽ വന്നത് ദരിദ്രർ, രോഗികൾ, അനാഥർ, വിധവകൾ, മീൻപിടുത്തക്കാർ, ചുങ്കക്കാർ തുടങ്ങിയ യഹൂദ സമൂഹം തിരസ്കരിച്ചവരാണ്. യേശു അവർക്കൊപ്പം സഞ്ചരിച്ചു, താതാത്മ്യപ്പെട്ടു, രോഗികളെ സ്പർശിച്ചു, സ്വാന്തനം നിറഞ്ഞ പ്രബോധനങ്ങൾ നൽകി. വേദനയും ഉത്കണ്ഠയും നിറഞ്ഞ ബഹിഷ്കൃത സമൂഹത്തിന് കാരുണ്യവും സ്നേഹവും പകർന്നു. വേദനിക്കുന്നവരോട് വേദനിച്ച് താതാത്മ്യപ്പെട്ട് സമഗ്ര സൗഖ്യത്തിന് ശുശ്രൂഷ നൽകി. ഇത് സ്നേഹം, കാരുണ്യം, കരുതൽ, അംഗീകാരം, സംരക്ഷണം എന്നിവയിൽ കേന്ദ്രീകൃതമാണ്. യേശുവിൻ്റെ സൗഖ്യദാനത്തിൽ രോഗികളുടെ സമഗ്ര സൗഖ്യവും സുസ്ഥിതിയും വേദനിക്കുന്നവരോടുള്ള സഹാനുഭൂതിയും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു. സമൂഹം പുറന്തള്ളിയവർ യേശുവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷയിലെ നിർണായക ശക്തിയായി. യേശു സമഗ്ര സൗഖ്യ പ്രഖ്യാപനത്തിൻ്റെ പ്രകാശവും സാക്ഷ്യവുമായി ജനഹൃദയത്തിൽ നിറഞ്ഞു. നസറേത്ത് മാനിഫെസ്റ്റോ, അതായത് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 യേശു യാഥാർത്ഥ്യമാക്കി. സമഗ്രമായ സൗഖ്യവും ജീവനും നൽകി. മനുഷ്യ വേദനകളോട് യേശു പുലർത്തിയ സമീപനമാകണം സമഗ്രമായ സൗഖ്യത്തിൻ്റെ തായ്വേര്. സമഗ്ര സൗഖ്യത്തിൽ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്നായി പരിഗണിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിനും സൗഖ്യദാനത്തിനും വ്യക്തിയുടെ സാമൂഹ്യ ബന്ധവും പശ്ചാത്തലവും നിർണായക പങ്കാളിത്തം വഹിക്കുന്നു. രോഗവ്യാപനത്തിനും വിമുക്തിയും സാമൂഹിക ഘടനയുടെ സ്വാധീനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചികിത്സാരംഗത്ത് പാശ്ചാത്യ സാങ്കേതിക സംവിധാനങ്ങൾ സുസജ്ജമായപ്പോൾ തകർന്നത് പരമ്പരാഗത ചികിത്സയും സൗഖ്യദാന മാർഗങ്ങളുമാണ്. അതിനാൽ അത്യാധുനിക ചികിത്സകളിൽ പരമ്പരാഗത രീതിയിൽ കൂടി ഉൾക്കൊള്ളിക്കുന്ന വ്യവസ്ഥിതിയും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന പുതിയ ചികിത്സാ പരിസരങ്ങളും ക്രമങ്ങളും ഉണ്ടാകണമെന്ന് മാർ ഗ്രിഗോറിയോസ് 1990-കളിൽ നിർദ്ദേശിക്കുന്നു. ഇത് പാവപ്പെട്ടവർക്കും പുറന്തള്ളപ്പെട്ടവർക്കും ആശ്വാസവും സൗഖ്യവും ലഭ്യമാക്കുവാൻ അവസരം സൃഷ്ടിക്കും. പാശ്ചാത്യ ചികിത്സാ രീതികളെ പൂർണ്ണമായും നിരാകരിക്കാതെ പരമ്പരാഗത രീതികളും സമീപനങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. ആത്മവിശ്വാസം കൊണ്ട്, കൃത്യമായ ചികിത്സ കൊണ്ടും കാൻസറിനെ പോലും പ്രതിരോധിക്കുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കാൻസർ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ സർ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അദൃശ്യമായ സ്പർശം കൂടി ഉണ്ടായാൽ സമഗ്ര സൗഖ്യം അതിവേഗം
എത്തിച്ചേരും. ആഗോളവൽക്കരണവും നവീന സാങ്കേതികതയും സമ്പദ് വ്യവസ്ഥയും സൃഷ്ടിക്കുന്ന പുത്തൻ സാമൂഹിക ക്രമം, ആതുര സേവനവും ആരോഗ്യ പരിചരണവും നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. രോഗ ചികിത്സയും ആരോഗ്യ പരിപാലനവും ധാർമ്മിക ഉത്തരവാദിത്വത്തോടെ നീതിപൂർവം നിർവഹിക്കപ്പെടുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് ചൂഷണവും പകൽക്കൊള്ളയും ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ മിഷൻ രംഗങ്ങൾ ക്രിസ്തുവിന്റെ കാരുണ്യം പകരുന്ന സൗഖ്യത്തിന്റെ നിയോഗം വെളിപ്പെടുത്തണം. വേദനകളിൽ ഞെരുക്കപ്പെടുന്നവർക്ക് സൗഖ്യത്തിന്റെ സ്നേഹസ്പർശവും മനസ്സലിവിന്റെയും സൗഖ്യദാനത്തിന്റെയും ശുശ്രൂഷയും നൽകണം. ആരോഗ്യ സമൂഹത്തിന്റെ സൃഷ്ടി സഭയുടെ നിയോഗവും ഉത്തരവാദിത്വവുമാണ്. ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ അതിശീഘ്രം യാന്ത്രികമാവുകയാണ്. സ്റ്റെം സെൽ ടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗും വൈദ്യശാസ്ത്ര രംഗത്ത് ശക്തിപ്പെട്ടു. യന്ത്ര കൈകൾ ഉപയോഗിച്ച് അതീവ സൂക്ഷ്മതയുള്ള ശസ്ത്രക്രിയ നിർവഹിക്കുന്ന റോബോട്ടിക് സംവിധാനങ്ങളും ഡോക്ടറുടെ കരങ്ങൾക്ക് പകരം പ്രകാശരശ്മികൾ ഉപയോഗിക്കുന്ന ലേസർ ചികിത്സയും പ്രചാരം നേടി. എന്നാൽ ആയുരാരോഗ്യത്തിന് ചിട്ടയായ വ്യായാമവും സസ്യാഹാരവും മനസമാധാനവുമാണ് പ്രധാനമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. മദ്യം, മയക്കുമരുന്ന്, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയ്ക്ക് കീഴ്പ്പെട്ടാൽ ജീവിതം ദുസ്സഹമാകും. മാനസിക ശാരീരിക ആരോഗ്യത്തോടെ ആധ്യാത്മികമായി ജീവിച്ചാൽ സമ്മർദ്ദങ്ങളെയും സംഘർഷങ്ങളെയും അതിജീവിക്കാം. ആയുരാരോഗ്യത്തിനുള്ള ശരീരത്തിന്റെ പരിപാലനം എന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലവും ചിട്ടയായ വ്യായാമവും ധാർമ്മികമായ ജീവിതശൈലിയും സ്വസ്ഥമായ മനസ്സുമാണ്. ആരോഗ്യമുള്ള തലമുറയാണ് സമൂഹത്തിന്റെയും സഭയുടെയും സമ്പത്ത്. ശരീര മനസ്സുകളുടെ സമ്പൂർണ്ണ സൗഖ്യവും വിശുദ്ധീകരണവുമാണ് ആരാധനാ ജീവിതത്തിലൂടെ വിശ്വാസികൾ ആർജിക്കുന്നത്. ആരോഗ്യം സംസിദ്ധമാകുവാൻ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും നോമ്പിന്റെയും അന്തരീക്ഷം സമഗ്ര സൗഖ്യത്തിന് അനിവാര്യമാണ്. ആതുര സേവനം കേന്ദ്രീകൃത കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാകുന്നത് കടുത്ത ചൂഷണത്തിന് ഇടയാകും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുവാൻ സർക്കാരും സഭയും ശ്രമിക്കണം. സന്തുഷ്ട ഹൃദയവും മനസ്സും ശരീരത്തിന്റെ ആരോഗ്യ അവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. ആവശ്യ സന്ദർഭങ്ങളിൽ സമഗ്ര സൗഖ്യത്തിനായി ആരാധനാ ജീവിതത്തിന് ഒപ്പം ഫലപ്രദമായ കൗൺസിലിങ്ങും ചികിത്സയും സ്വീകരിക്കണം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയുടെ പരിപൂർണ അവസ്ഥയാണ് ആരോഗ്യം, അല്ലാതെ രോഗത്തിൻ്റെയോ ദൗർബല്യത്തിൻ്റെയോ അഭാവം മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയും ശരിയാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയും നമ്മളുടെ ശരീരത്തെ അറിഞ്ഞ് ആഹാരം കഴിക്കുകയും ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക, അതായത് നമ്മുടെ ശരീരം അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമഗ്ര സൗഖ്യമുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒന്ന് മാറ്റിവെക്കുകയും നമ്മെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊക്കെയും ചെയ്യുവാൻ നമുക്ക് തോന്നുന്നത്. നാം ഇല്ല എങ്കിലും ഈ ലോകം മുമ്പോട്ട് ചലിക്കും. നാം ഇല്ല എങ്കിലും നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയും മറക്കാതെ നമുക്ക് വേണ്ടിയും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അതിന് ഈ നല്ല രീതിയിൽ വിശ്വാസത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് എവർക്കും സമയം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.